ഇന്ന് 18 ഇന്ന് 18 ഗൈസ്. ഇന്ന് 18-ാം തീയതി വീഡിയോ ആണിത്. എന്ന് വരുമെന്ന് ചോദിച്ചാൽ ഞാൻ എടുക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞാണ് അപ്ലോഡ് ചെയ്യാറ്. വളരെ കുറച്ച് വീഡിയോസ് പെട്ടെന്ന് ആവാറ്. പുറത്തോട്ടൊന്നും ഉണ്ടാവില്ല. ഓക്കെ ഗായ്സ്, ഞാൻ പുറത്തോട്ട് ചുമ്മാ ഒരു ഫണ്ണിന് വേണ്ടി ഇറങ്ങിയാണ്. വെയിലുണ്ടെങ്കിലും നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ വെയിലല്ല, വല്ലാത്ത വെയിലാണ്, ഭീകര വെയിൽ. ഈ വെയിലിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല ഫോട്ടോ എടുക്കാൻ ഒന്നും പറ്റില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. നമുക്ക് വീടൊക്കെ ചുമ്മാ ഒന്ന് കണ്ടിട്ട് ഞാൻ നമ്മുടെ വീട്ടിൽ കാണിച്ചില്ല, ചുമ്മാ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഗൈസ്, ഇത് ഞാൻ റോഡിൽ നിൽക്കുന്ന ദൃശ്യമാണ് ഗൈസ്. ഹായ്, ഒന്നുമില്ല, യൂട്യൂബിന് വീഡിയോ എടുത്താൽ ഞാൻ എടുത്തപ്പോൾ തന്നെ അച്ഛൻ വന്നു ഗൈസ്. ഞാനിവിടെ പുറത്ത് നിൽക്കുമായിരുന്നു വീടൊക്കെ കാണിക്കാന്ന് വെച്ച്. അച്ഛനാണെങ്കിൽ ഇവിടെ ഞങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛന് ചാരുമൂട് ഒരു എന്തോ പ്രിൻറ്റോ എന്തിനൊക്കെ പോകണമായിരുന്നു. അപ്പോൾ ആവശ്യത്തിന് അച്ഛൻ പോയതാണ്. ഇവിടെ നല്ല നല്ലോണം പൊള്ളുണ്ട് കേട്ടോ. എന്നാലും ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഞാൻ ഇവിടെ നിന്നപ്പോൾ തന്നെ ഇവിടെ ഉണ്ട്. ഞാനിവിടെ നിന്ന് വന്നപ്പോൾ തന്നെ അച്ഛൻ വരുന്നു ഗൈസ്. സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഞങ്ങളുടെ അമ്മൂമ്മയുടെ വീട്. ഇന്ന് യൂട്യൂബ് വീഡിയോ ഇടില്ല, അമ്മയുടെ വീട്ടിലല്ലേ ഇന്നത്തെ ഫുൾ ദിവസം. എന്നാ ശരി, ഞാൻ അടുക്കള വിശ്വസിച്ചു. അമ്മയുടെ മുഖം കാണിക്കണ്ടെന്ന് പറയുന്നത് ഗൈസ്. ഒന്ന് ഒരുങ്ങിയൊക്കെ വരട്ടെ. നമ്മുടെ നല്ല വറുത്ത മീനാണ് കേട്ടോ. കണ്ടോ, നല്ല വറുപ്പ്, കൊതി വരുന്നുണ്ട്. പക്ഷെ ഇന്ന് ഒത്തിരി മുള്ളുള്ളതുകൊണ്ട് എനിക്ക് കൊതി കുറവാണ് കേട്ടോ. അയില, ചുര അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ ഇത് പയർ തോരനാണ് കേട്ടോ. പിന്നെന്താണുള്ളത് ഇല്ല, കാണിക്കണ്ടേ, വിശേഷങ്ങളല്ലേ. ഇത് മീൻകറി. ഇതാ വറുത്ത മീൻ്റെ തന്നെ കറി ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ എനിക്കറിയില്ല, മീനിൻ്റെ പേരൊന്നും ഞാൻ പഠിച്ചു വയ്ക്കാറില്ല. ഇതെനിക്കിഷ്ടമുള്ള പരിപ്പാണ്, പരിപ്പ്. ഇതെന്താ ഗൈസ്, അവിയൽ. ഇത് പുട്ടാണ്. എനിക്ക് പുട്ട് ഇഷ്ടമല്ല. നമ്മുടെ വീട്ടിൽ എന്നിവിടെ വന്നാലും ബ്രേക്ക്ഫാസ്റ്റ് എന്താ, പുട്ട്. പുട്ട് കഴിച്ച് മടുക്കുന്നവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ വന്നാൽ എന്താണ്, പുട്ട് പുട്ട് എന്ന് അമ്മൂമ്മ തള്ളുന്നു, പുട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ ഡൈനിങ് ടേബിൾ. ഇവിടെ നമ്മുടെ ഡൈനിങ് ടേബിൾ. ഇത് അപ്പൂപ്പൻ്റെ മുറിയായിരുന്നു ഗൈസ്. ഓക്കെ, അത് എക്സ്പ്ലനേഷൻ ഒന്നുമില്ലല്ലോ. പിന്നെ ഇതെന്താണല്ലേ, ഇത് ഗൈസ് ഞങ്ങളുടെ തുണിയൊക്കെ തേക്കുന്ന ഇടം. പിന്നെ ഇവിടെ കട്ടയൊക്കെ ഉണ്ട്. ഇവിടെ ഞാൻ കിടക്കാം. ഞങ്ങൾ എല്ലാവരും വരുമ്പോൾ ഞങ്ങൾ ഇവിടെ 2 പേര് കിടക്കാറുണ്ട് ഗൈസ്. എന്തുവാ ആണോ, ഒന്നും കാണിക്കുന്നില്ല. ഞാൻ എൻ്റെ വീടൊക്കെ ഇത് ഞങ്ങളുടെ അമ്മൂമ്മയുടെ മുറി, എൻ്റെ മുറി എന്നും പറയാം. ഞാനിവിടെ എപ്പോഴും കിടക്കാറുണ്ട്. എനിക്കിവിടെ വന്നിട്ട് വേണ്ടി തലാൻ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു കിടത്തം കൂട്ടി കിടക്കും. നല്ല സുഖം. എന്നിട്ട് ഫാനും കൂടി ഇടും. പക്ഷെ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ഫാനില്ല. അമ്മയുടെ വീട്ടിൽ പണ്ടുണ്ടായിരുന്നില്ല എന്നല്ല, പക്ഷെ ഇവിടെ പണ്ടിരുന്ന് ഒരു സമയത്ത് TV കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ ഹോളിലെ ഫാൻ ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോഴാണ് TV കണ്ടുകൊണ്ടിരുന്നപ്പം വീണു. എന്നിട്ട് ഇവിടെ ഗ്ലാസ്സിൽ എൻ്റെ ടോപ്പുള്ളൊരു തടി ടേബിളായിരുന്നു. തടി ടേബിൾ ഗ്ലാസ് ഉള്ളായിരുന്നു. അതിൻ്റെ മുകളിലോട്ടൊക്കെ വീണിട്ട് തെറിച്ച് ചില്ലൊക്കെ ചേച്ചിയുടെ കാലിൽ വീണ്. ചേച്ചിൻ്റെ ആശുപത്രിയിൽ പോയി. പിന്നെ ഞങ്ങൾ പിന്നീട് അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഫാനെല്ലാം മാറ്റിയായിരുന്നു. പിന്നെ ഇവിടെ ഉള്ള ഒരു ടേബിൾ ഫാൻ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു അല്ലാത്തൊരു ഫാൻ ഉണ്ടായിരുന്നു. അത് നീളത്തിലുള്ളത് ഹോളിൽ വന്നു. അത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഫാനില്ല, ബാക്കിയില്ല. ഇവിടെ സംവിധാനങ്ങളുണ്ട്. ഫാനില്ല, ഫ്രിഡ്ജില്ല, വാഷിംഗ് മെഷീൻ ഇല്ല. 3 സാധനങ്ങളാണ്, ബാക്കിയില്ല കേട്ടോ. പിന്നെ ഇത് നമ്മുടെ, അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഫാനാണ് ഞങ്ങളുടെ എല്ലാം ആയത്. ഇത് ഓണാക്കി ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കും രാത്രി. നല്ല സുഖമാണ്, ഡയറക്റ്റ് കാറ്റടിക്കും കേട്ടോ. ഞാൻ മിറർ വ്യൂ കാണിച്ചേ. അമ്മയുടെ വീട് സിമ്പിൾ വീടാണ്, അതാണ് എനിക്ക് ഇഷ്ടം. എല്ലാം സിമ്പിളായിട്ടിരിക്കുന്ന കേട്ടോ നല്ലത്. സിമ്പിൾ ആൻഡ് സിമ്പിൾ. ഓക്കെ ഗൈസ്, ഇത് ഗൈസ് ഞങ്ങളുടെ വേറൊരു മുറിയാണ്. ഇവിടെ നേരത്തെ ഇതെൻ്റെ അമ്മയുടെ മുറിയായിരുന്നു കേട്ടോ. ഇവിടെ പണ്ട് അമ്മ ഇവിടെ നിൽക്കുമ്പോൾ, ഇപ്പോൾ അവിടെ ആണല്ലോ. സോ നേരത്തെ അമ്മയുടെ ഇവിടെ ഈ മുറിയായിരുന്നു അമ്മയുടെ സ്വന്തം മുറി. ഇവിടെ ഒരു കട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ കട്ടിൽ ഞങ്ങളുടെ മുറിയിൽ കൊണ്ട് വെച്ചിരിക്കണം. അവിടെ കൊണ്ടുപോയി ഞങ്ങൾ വീട്ടിൽ. ഇവിടെ ഈ കട്ടിൽ ആരും യൂസ് ചെയ്യാത്തതുകൊണ്ട് കേടാവുമായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞ് അവിടെ കൊണ്ടിടാൻ. അപ്പോൾ ഞങ്ങൾ 2 പേര് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുമ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞാണ് കേട്ടോ എടുക്കുന്നത്. ആദ്യം ഞങ്ങൾക്ക് റിവ്യൂസ് ചെയ്തിട്ട് ഇപ്പോൾ അങ്ങനെയാണ് കേട്ടോ. ഇനി നമ്മുടെ കർട്ടൻ, ഇതൊക്കെ ഞാൻ ഈ ഇടയ്ക്ക് വന്നപ്പോൾ അമ്മയും ഞാനും കൂടെ ഇട്ടതാണ്. എന്താ കർട്ടൻ ഉണ്ടോയെന്ന് അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതൊക്കെ ബോംബെയിലെ കർട്ടൻ തന്നെയാണ്, ആസ് യൂഷ്വൽ എല്ലാം ബോംബെയിൽ തന്നെയാണ്. ഇതൊക്കെ കാസറ്റുകളാണ് കേട്ടോ. ഞാനിങ്ങനെ സാധനം കാണിച്ചു തരാം. ഇതാണ് എൻ്റെ അമ്മ. എനിക്ക് അമ്മയുടെ ഫോട്ടോ ഭയങ്കര ഇഷ്ടമാണ്. അമ്മ പണ്ട് ഭയങ്കര ക്യൂട്ടായിരുന്നു. ഇത് കാണുമ്പോഴല്ലോ ഇങ്ങനെ അടുത്ത് ഉമ്മ വയ്ക്കാൻ തോന്നും കേട്ടോ. നല്ല ക്യൂട്ടായിരുന്നു എൻ്റെ അമ്മ പണ്ട്. പിന്നെ ഇവിടെ ഉണ്ട് മിറർ. എനിക്ക് തോന്നുന്നു ഇവിടെ വരുമ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയത്
ഇവിടെ നിൽക്കുമ്പോഴാണ് തോന്നുന്നത് ഈ മിററിൻ്റെ മുമ്പിൽ അവിടെ പെർഫെക്റ്റ് ആണ്. ഇവിടെ ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. നമുക്ക് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ഇവിടെ നല്ല രീതിയിൽ ഡേ ലൈഫ് ഒക്കെ എടുക്കാൻ പറ്റും. ആൻഡ് നമ്മളിനി ഓക്കെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ബാത്റൂം കേട്ടോ, അതാണ് അങ്ങോട്ട് വീടെടുക്കാൻ. ഇവിടെ നമ്മൾ ബാത്റൂം ഒറ്റ ഒരെണ്ണമുള്ള വീട്ടിൽ. ഞങ്ങളുടെ വീട്ടിൽ 3 ബാത്റൂമാണുള്ളത്. അകത്ത് പിന്നെ പുറത്ത് പിന്നെ ഷെഡിലുണ്ട് ബാത്റൂം, അച്ഛമ്മ ഷെഡിൽ. ഞങ്ങൾ പണ്ട് താമസിച്ച വീട്. അപ്പോൾ ഇവിടെ ഒറ്റ ബാത്റൂമാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇന്നത്തെ വിശേഷങ്ങൾ വേറെ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഹലോ ഗൈസ്, ഞങ്ങൾ അമ്മ പപ്പടം കാച്ചാൻ പണി. നമ്മളെ ചോറിന് പപ്പടം. ചേച്ചിക്ക് ഇവിടെ കോഴ്സ് ഉണ്ട്, അപ്പം വീട്ടിൽ പറഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് അടുത്ത് അതുകൊണ്ട് അവിടെ പോയി. അപ്പോൾ ചേച്ചി വരാറാകുമ്പോൾ നമുക്ക് പപ്പടമൊക്കെ പൊളിച്ച് സെറ്റ് ആക്കാൻ നല്ല ഊണൊക്കെ ആയിരിക്കും ഗൈസ്. പറയാൻ വരും വീഡിയോ ഒക്കെ എന്തെങ്കിലും പറയണ്ടേ? ഇനി ഞാൻ ഫുൾ കഥ പറച്ചില്ലായിരുന്നില്ല. അപ്പം അമ്മ എന്തെങ്കിലും എന്നെ പറ്റി കഥയും പറഞ്ഞു. എൻ്റെ കഥ എന്നെ എല്ലാവരും മറന്നേക്കൊന്നുമില്ല. ഞാൻ വലിയ കൊച്ചാണ് ഗൈസ്, എന്നെ ആർക്കും ഓർമ്മയില്ല. എൻ്റെ കഥ വയ്ക്കും എന്നെ കഥ വയ്ക്കും പറയാൻ വൈകി നിർത്തോണ്ട് വന്നാണ്. അതല്ലാണ്ടൊന്നും അറിയത്തില്ല ഗൈസ്. ഏതോ വയലിൽ തെങ്ങിൻ്റെ എനിക്ക് പറയുന്നത് അത് മാത്രം എനിക്കറിയാം. അമ്മ അച്ഛനൊക്കെ പറയുന്നത് എൻ്റെ നല്ലത് പറയാൻ ഞാൻ കേൾക്കാൻ നോക്കിയിരിക്കുമോ. എൻ്റെ പപ്പടം ചുട്ട പപ്പടം ഗൈസ് നടക്കും പൊങ്ങിയിരിക്കോ. അത് രസമില്ല. അങ്ങനെ കുത്തൂത്തിയാണ് നടു കുത്തൂത്ത്. ഇതും വലുതാ എൻ്റെ അല്ലേ ഗൈസ്. നിങ്ങൾക്ക് വലിയ ഇങ്ങനെ പൊങ്ങിയാണ് ഇഷ്ടമാണ്. എനിക്ക് എത്ര ഇഷ്ടം. പൊടിക്കുമ്പം അത്ര വലിയായിട്ടൊന്നും കാണത്തില്ല. പക്ഷേ ഇതുപോലെ ഇരിക്കുവാണെങ്കിൽ പൊടിക്കുമ്പോൾ നല്ല സീന് പൊടിയായിരിക്കും. ഓക്കെ അങ്ങനെ ഇത് പിന്നെ കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് പൊങ്ങിയിരുന്നു. അത് കൊള്ളാം, അതിനെ കുഴപ്പമില്ല. ഫുൾ പൊങ്ങിയാൽ രസം ഉണ്ടാകത്തില്ല. നല്ല ചൂടുണ്ടായിരുന്നു. ഞാൻ തൊട്ടപ്പോൾ തന്നെ എൻ്റെ കൈ കൊള്ളിയ പോലെ ആയി. അയ്യോ ഈ അമ്മയ്ക്ക് അറിയാൻ തോന്നുന്നു. ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരുന്നത് ലിങ്ക് ചോദിച്ചിടായിരുന്നു. ചേച്ചി ഇവിടെ അമ്മയുടെ വീട്ടിനടുത്ത് കൊണ്ട് യൂട്യൂബ് ബസ് എല്ലാം യൂട്യൂബ് ബസ് അത് കൊച്ചുള്ളതാണ്. കൊച്ചു തന്നെയാണ്. ഇത് കേൾക്കപ്പെടണം ഇതുപോലൊക്കെ ഇരിക്കണം. ഇത് ഇഷ്ടപ്പെട്ടു, ഇത് ഇഷ്ടപ്പെട്ട്, ഇത് ഇഷ്ടപ്പെട്ട്. എനിക്ക് ഒത്തിരി പൊങ്ങുന്നത് ഇഷ്ടമല്ല, ഒത്തിരി ഫ്ലാറ്റ് ഇഷ്ടം. എല്ലാത്തിനും നടുക്കുള്ള പപ്പടമാണ് എനിക്ക് ഇഷ്ടം. ഇനി നീക്കും ആക്ഷേപിക്കുന്നുണ്ട്. ഇവിടെ വന്ന് ഇതേ ഉള്ളൂ ഗൈസ്. ചുമ്മാ അല്ല എന്നെ പറയുന്നുണ്ടോ ഗൈസ്. ഇതൊക്കെ പിന്നെ എന്ത് ഉദ്ദേശിച്ചത്? വേറെ മുറിപ്പിച്ചോണ്ടിരിക്കുന്ന പപ്പടം കണ്ടിട്ടാ പറയുന്നത്. ഒന്നും പൊങ്ങുന്നില്ല. കണ്ടോ ഇതൊക്കെ എനിക്കോ ചോക്കോളിയുടെ മേടിക്കൊണ്ടിട്ട് അത് പറഞ്ഞാൽ എല്ലാവരും നടക്കണം. അതെല്ലാവരും വീട്ടിലുള്ളതല്ലേ ഗൈസ്. ഒരു കോക്രോച്ച്, ശല്യപ്പെടുത്തുന്ന ഒരു കോക്രോച്ച്. നല്ല ചൂടാണ്, തിന്നോക്കാനും പറ്റില്ല. അല്ലാണ്ട് ചോറ് തിന്നെ ഇഷ്ടം പോലെ. കുഴപ്പമില്ല, ചോറ് ഞാൻ 2-3 തിന്നത്തില്ല. ഇനി ഒരു പപ്പടം കൂടെ ബാക്കിയുണ്ട് ഗൈസ്, അതും കൂടെ പൊളിച്ചെടുക്കണം. ഇതൊക്കെ നോക്കി, ഇതൊക്കെ നല്ല പൊങ്ങിയാ വരുന്നുണ്ടോ. ഇത് പോരെ. അത് കണ്ടോ നല്ല പൊങ്ങിന്ന്. അമ്മയ്ക്ക് അങ്ങനെ തരും ഇഷ്ടം. വേണ്ട സംഭവം റെഡി ആയി ഗൈസ്. നമ്മുടെ പപ്പടം റെഡി. ഇത് വേണ്ട 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 നല്ല ചൂട് ഗൈസ്. ഒരു പപ്പടം കിട്ടി, നല്ലൊരു പപ്പടം എനിക്ക് തന്നു ഗൈസ്. ഞാൻ കേട്ടോ ഫുൾ വേണ്ട കേട്ടോ. മതി മതി മതി, എനിക്ക് ഫുൾ വേണ്ട. പപ്പടം പൊളിച്ച് പപ്പടം കഴിച്ചു. ബൈ. ബാക്കി വിശേഷം വേണ്ടി കിടക്കുന്നുണ്ട്. ഓക്കെ ഗായ്സ്, അങ്ങനെ ചോറ് വെള്ളം വീതിക്കുന്നു. ഇത് ഞങ്ങൾക്ക് ഇവിടെ എപ്പോഴുള്ളൊരു പ്ലേറ്റാണ്. എനിക്ക് ഇഷ്ടമാണ് ഈ പൂവുള്ള പ്ലേറ്റ്. ഇത് പണ്ടേ ഉള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ മീൻ വറുത്തത്, പപ്പടം, പരിപ്പ്, പയറുതോരന്, അവിയല്, മീൻകറി. നമ്മമ്മടി ഇതെന്ത്? ഇത് പച്ചടിയോ ഓലയോ? ഓല ഓല ഓല. ഇത് നമ്മുടെ അച്ചാറാണ് ഗൈസ്. ലൈറ്റ് ഇവിടെ കുറവാണ് കേട്ടോ, പക്ഷെ നല്ല അടിപൊളിയായിട്ട് എല്ലാം റെക്കോർഡ് ചെയ്തു. ഇനി എന്തുണ്ടോ? വെള്ളം ഇതൊക്കെ അവിയലും. ഇവിടെ മോരിരിപ്പുണ്ട്, മോരെടുക്കാനുള്ള അക്കമാണ്. വരിക വരിക. എല്ലാം നമ്മൾ മോരും എടുത്ത് വെച്ച് നമ്മുടെ ഇന്നത്തെ ഊണ് നല്ല കിട്ടിലൻ ഊണാണ്. എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് കഴിക്കുന്നതൊക്കെ ഇന്ന് കാണാം. കണ്ടില്ല എന്നാലും വേണ്ടി അച്ഛനും അമ്മ അവിടെ ഇരിക്കുമായിരുന്നു പുറത്ത്. ഇനിയിപ്പം കഴിക്കാൻ വേണ്ടി വന്നു ഗായ്സ്. അമ്മ എന്തെങ്കിലും പറ. ഒരു വീഡിയോക്കകത്ത് അമ്മ ഡയലോഗ് ഇല്ലാതെ പറ്റത്തില്ല. പപ്പടം കട്ട് ചെയ്യുന്നോടി ടാൻ്റെ പപ്പടം കട്ട് ചെയ്യുന്ന കള്ളി. അമ്മയുടെ പപ്പടത്തിൻ്റെ ആയിരിക്കും തീരുമാനമായി കേട്ടോ.
എന്താണ് പറയാനുള്ളത്? പറയുക. അടിപൊളി പപ്പടം. ഓക്കെ, എന്നാലേ എന്നെ പറ്റി ഒന്നും ഇവിടെ ആർക്കും പറയാനില്ല ഗൈസ്. ഓക്കെ, അങ്ങനെ ഇവിടെ എല്ലാവർക്കും വേണ്ടി ഞാൻ പപ്പടം ഒരെണ്ണം എടുത്തു തരാം. എനിക്ക് അമ്മ തന്നായിരുന്നു ഉണ്ടാക്കിയപ്പോൾ. എല്ലാണ്ട് ഉണ്ടായില്ലേ അമ്മ? അമ്മ ഓരോന്ന് പറയല്ലേ കേട്ടോ. ഇപ്പൊ ആശുപത്രി പോകാൻ മതിയല്ലോ. ഒന്നും പറയാം. ഇവിടെ ഇലയില്ലായിരുന്നു ഗൈസ് ഇന്ന്, അതുകൊണ്ട് ഇല ഇവിടെ ഇല്ലാത്തതുകൊണ്ട്. അത് വാഴയില വിരിയുമ്പോൾ തന്നെ അങ്ങ് കേടാവുന്നൊക്കെയാണ് അമ്മ പറയുന്നത്. എന്തോന്ന് അറിയത്തില്ല. അതുകൊണ്ടല്ലാതാണ് വേണ്ട, അച്ഛൻ അമ്മയോട് ഇരിക്കട്ടെ. ഞാനിവിടെ ഇരിക്കുന്ന പ്ലേനും കൂടെ തന്നെ. ഇപ്പോൾ കേസ് ഇവിടെ കഴിക്കാനുള്ള എല്ലാം വെള്ളം അങ്ങോട്ട് വെച്ചിട്ട് പിന്നെ ഇവിടെ ഇരിക്കുമായിരുന്നു ഞങ്ങൾ കഴിക്കാനായിട്ട്. അങ്ങനെ ഇവിടെ ചോറൊക്കെ വിളമ്പി നല്ല രസമായിരുന്നു. ഉണ്ണൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. വയറ് നിറയെ കഴിച്ചു. പിന്നെ എല്ലാവരും ഇവിടെ ഇരുന്ന് കഴിക്കായിരുന്നു. അച്ഛനെ ആരോ വിളിച്ചപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങളിവിടെ കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഐസ്ക്രീം മേടിക്കാൻ കടയിൽ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോ ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോ ഷോർട്ടാക്കാൻ നോക്കി കുറേ നേരം പാടുപെട്ടു. അങ്ങനെ എന്തായാലും ഇതിപ്പോൾ 14 മിനിറ്റേ ഉള്ളൂ. ബാക്കി എന്താവുമെന്ന് കണ്ടറിയാം. അങ്ങനെ വൈകിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കുമ്പം ചേർക്കുമ്പോൾ എന്താവും നമുക്കറിയില്ല. സോ ലെറ്റ്സ് സീ. ഇവിടെ പയർ, മീൻ അതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ കഴിക്കുമായിരുന്നു. പിന്നെ ഇന്നത്തെ നല്ല ദിവസമായിരുന്നു, ഏകദേശം നല്ലതായിരുന്നു. അപ്പോൾ ഞാൻ വണ്ടിയിൽ പോകാനായിട്ട് റെഡി ആവുമായിരുന്നു. അതിനുശേഷം ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങി കേട്ടോ. ഞാൻ മാത്രമല്ലായിരുന്നു ഫോൺ എടുത്ത, ചേച്ചി എടുത്തില്ലായിരുന്നു. എന്നെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും വീഡിയോ കണ്ടൻറ്റ് വേണ്ട, അവിടെ എടുത്തതായിരുന്നു. അങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ നമ്മളങ്ങനെ ശ്രദ്ധിക്കില്ലല്ലോ. നോർമൽ എടുത്തൊരു വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ അടുത്ത് തന്നെയൊരു കടയുണ്ട്, അവിടെ എല്ലാ സാധനങ്ങളും കിട്ടും. അപ്പം അവിടുത്തെ കടയിൽ പോയിട്ട് ഐസ്ക്രീം മേടിക്കാമെന്ന് ചോദിച്ചാൽ അമ്മയാണ് പറഞ്ഞത് അവിടെ പോകാൻ. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകുമായിരുന്നു രണ്ടുപേരും കൂടി. പക്ഷെ ഞാൻ കുറേ വഴക്കിട്ട് ഞാനും വരാം. അങ്ങനെ കഴിച്ചിട്ട് ഒറ്റയടിക്ക് ഓടി ഞാൻ വന്നു ഗൈസ്. ഞാൻ സ്ലോ ആയിരുന്നു, പക്ഷെ ലാസ്റ്റ് എല്ലാം കൂടെ പെട്ടെന്ന് തിന്നിട്ട് ഇറങ്ങി വന്നു. അങ്ങനെ ഹെൽമെറ്റൊക്കെ ഇട്ട് ഞാൻ പോകുന്നുണ്ട്. ഞാൻ ആക്ഷൻ കാണിച്ചത് വന്നതാണെന്ന് വിചാരിച്ചു, പക്ഷെ വന്നില്ല. എങ്ങനെ അത് വണ്ടി പോകുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ അതൊരു അമ്പലമാണ് കേട്ടോ. അവിടെ നമ്മൾ കഞ്ഞി കുടിക്കാനൊക്കെ പോയിട്ടുണ്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട് കുഞ്ഞിലെ. അത് എനിക്ക് അമ്പലത്തിൻ്റെ പേര് കറക്റ്റ് അറിയില്ല, പക്ഷെ അവിടെ കഞ്ഞിയൊക്കെ കുടിക്കുമായിരുന്നു ഞങ്ങൾ പണ്ട് പോയിട്ട്. സോ ഇവിടെ നമ്മൾ കടയെത്താറായി. ഇവിടെ കുറേ വീടൊക്കെ ഉണ്ടായിരുന്നു. ഇനി ആ കാണുന്നതാണ് കട, ഈ ബക്കറ്റൊക്കെ വെച്ചിട്ടുള്ളത്. ഇവിടെ വന്നിട്ട് വലിയ വീഡിയോ ഒന്നും എടുത്തില്ല, അതുകൊണ്ട് തന്നെ വലുതായിട്ട് പ്രതീക്ഷിക്കേണ്ട. അങ്ങനെ നമ്മൾ കട ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു. തിരിഞ്ഞു പോയി കഴിച്ചു വീഡിയോ. ഞാനൊന്ന് ടേക്ക് ചെയ്തു. ഐസ്ക്രീമിൻ്റെ ഐസുമാർക്കുള്ളായിരുന്നു ഗൈസ്. ഞാൻ അറിയാണ്ട് എൻ്റെ ചേച്ചി ജസ്റ്റ് ഒന്ന് കാണിച്ചു, അപ്പോഴത്തേക്കും ചേച്ചി തുടങ്ങി ഗൈസ്. ചേച്ചിക്ക് വീഡിയോയിൽ വരുന്ന ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ചേച്ചി ഭയങ്കര ഇതാണ്, ലൈക്ക് വീഡിയോ റിപ്പോർട്ട് അടിക്കുമെന്ന് പറയാം എൻ്റെ ചേച്ചിയുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ. പിന്നെ ഇതൊരു കിറ്റ്കാറ്റ് തന്നെ കേട്ടോ. ക്യാഷ് ബാക്കുള്ള കിറ്റ്കാറ്റിൻ്റെ ചേച്ചിക്ക് വേണം എന്ന് തോന്നിയെടുത്ത്. ഞാൻ ആദ്യം വേറൊരെണ്ണം എടുത്ത്, അപ്പോൾ അതേ സാധനത്തിന് ക്യാഷ് ബാക്ക് വെർഷൻ എടുത്തു. അങ്ങനെ ഇപ്പോഴാണ് ഗൈസ് ഓർത്തത്, അതിൻ്റെ സ്കാൻ പോലും ചെയ്യാതെ നമ്മളതങ്ങ് കൊണ്ടങ്ങ് ഇട്ട് ഗൈസ്. ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്ലാസ്റ്റിക് അടിക്കുന്നവർ വന്ന്, അപ്പോൾ അവർക്കങ്ങ് കൊടുത്ത്. ഇവിടെ ഏകദേശം വൈകിട്ടായിട്ടോ. വ്ളോഗിനെ പറ്റി മൊത്തം ഞാൻ മറന്നു പോയായിരുന്നു. അങ്ങനെ വ്ളോഗെടുക്കാൻ മറന്നു. അപ്പോൾ കഴിക്കാൻ പോകണം ഗൈസ്. ഞങ്ങൾ കഴിച്ചില്ല, അപ്പോൾ അത് കഴിക്കണം. രാത്രി കഴിച്ചിട്ട് പോകാനാണ് വീട്ടിൽ. കാരണം എനിക്ക് നാളെ സ്കൂളുണ്ട്. അപ്പോൾ സ്കൂൾ ബസ്സിന് പോകുന്നതുകൊണ്ട് അത് അവിടെ അല്ലേ വരത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് പോകണം. പിന്നെ ഇന്ന് കണ്ണാടി പോയി ടൈറ്റ് ചെയ്യിപ്പിച്ചു. വീട്ടിൽ വന്നിട്ട് കുറച്ച് തക്കാളി മുറുക്ക് തിന്നായിരുന്നു. തക്കാളി മുറുക്ക് തിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് എന്താ നടത്തില്ല, എൻ്റെ തൊണ്ടയ്ക്ക് ഭയങ്കരമായിട്ട് വേദന ഉണ്ടായിരുന്നു സൈഡ്. ഞാൻ എണീറ്റ് വന്നിട്ട് ഓർക്കാനിക്ക് നീയായിരുന്നു. പിന്നെ അത് മാറി ഇപ്പോൾ. അതിനുശേഷം പിന്നെ ഞാൻ അമ്മ ഉണ്ടാക്കിയ ഒരു എന്തായാലും പറയുന്നത് കാന്ത ബജി, അതായത് ഉള്ളി ബജി ഉണ്ടായിരുന്നു. അത് ഒരെണ്ണം കഴിച്ചു. വന്നിട്ട് ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഇവിടെ വേണ്ട ചോറൊക്കെ വിളമ്പി രാത്രിയത്തെ ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിച്ചിട്ടായിരുന്നു നമ്മൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ രാത്രിയത്തെ ചോറും കാര്യങ്ങളൊക്കെ വിളമ്പി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വിളമ്പുന്ന ദൃശ്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ വിളമ്പി അമ്മമ്മേനെയും കൊണ്ട് കാണിച്ചു. അമ്മമ്മയുടെ വീട്ടിൽ വന്ന സ്ഥിതിക്ക് അമ്മ കാണിക്കണ്ടേ. അങ്ങനെ ഫാൻ എടുത്തുമ്പോൾ ഡൈനിങ് ടേബിളിനോട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ ചുമ്മാ സ്റ്റൂളിൻ്റെ മേളിൽ കയറിയിരുന്ന് ഇങ്ങനെ കൈ കൊണ്ട് എന്തോക്കെ കാണിക്കുന്നുണ്ട്, എന്താണെന്ന് എനിക്കെന്നെ അറിയില്ല. എന്നിട്ട് പിന്നെ ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് നടന്ന് എണീറ്റ് പോയിട്ടോ. അമ്മയുടെ വീട്ടിൽ ഇരിക്കാൻ ഭയങ്കര രസമാണ്. പക്ഷേ എപ്പോഴും പറ്റാത്തതുകൊണ്ട് വരുമ്പോഴൊക്കെ നല്ല രസമായിട്ട് ഇങ്ങനെ കയറി ഇരിക്കും കേട്ടോ. നല്ല വൈബാണ്. അങ്ങനെ ഇവിടെ പപ്പടവും കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ കഴിക്കാൻ ചെന്നത് വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അപ്പോൾ നല്ല രീതിയിൽ സ്റ്റേബിൾഡായിട്ട് അനക്കാതെ ഒരു നല്ല വീഡിയോ എടുക്കണ്ടായി. എല്ലാവരും ഇവിടുന്ന് കഴിക്കുന്നതും കാണാം. അപ്പോൾ അത്രയുള്ള കേസിൻ്റെ വീഡിയോ അവിടെ കഴിക്കുന്നതിൻ്റെ വീഡിയോ അത്ര ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നാടൊക്കെ ഞാൻ പറയുന്നുണ്ട് എൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അതെന്തുവാണെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഓക്കെ ഗൈസ്, അങ്ങനെ ഞങ്ങൾ പോകുന്നൊരു ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇറങ്ങുമായിരുന്നു. അപ്പോൾ ഞാൻ ബൈക്കിലിരുന്നുകൊണ്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. ജസ്റ്റ് കറക്റ്റ് ഞാൻ ആ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഫോണിങ്ങ് മേടിച്ച്. അച്ഛൻ അറിഞ്ഞില്ല എൻ്റെ ഫോൺ പണിന്ന്. പക്ഷേ ഈ വീഡിയോ അത്രയ്ക്ക് വേസ്റ്റായിരുന്നു. ഞാൻ ടാറ്റ കൊടുത്തത് പോലും വന്നില്ല എന്നുള്ളതാണ്. എങ്ങനെ എന്തെങ്കിലുമൊക്കെ ദൃശ്യം വേണ്ടതെന്ന് വിചാരിച്ച് പകർത്തിയതാണ് ഈ വീഡിയോ. അങ്ങനെ ഇറങ്ങുന്ന ഒരു ദൃശ്യമാണ്. അതുകൊണ്ട് രാത്രി വലിയ വെട്ടമൊന്നും കാണില്ല. ഫ്രണ്ടിൽ പോകുന്നത് അമ്മയും ചേച്ചിയാണ് കേട്ടോ. ഞങ്ങൾ കാറ് കൊണ്ടുവന്നിട്ട് വണ്ടി അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാലും കൊണ്ട് കയറത്തേ ഇല്ല. അമ്മാതിരി പ്രശ്നമാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വീഡിയോ അങ്ങ് തീരാറായതുകൊണ്ട് ഒന്നും പറയാനില്ല. ഞങ്ങൾ വീട്ടിലോട്ട് നേരെ ഹെഡ് ചെയ്യുമായിരുന്നു. പകുതിയായപ്പോൾ തന്നെ വെച്ചാൽ ഫോൺ മേടിച്ചിട്ട് ഇപ്പോൾ വീഡിയോ ഇല്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ടാറ്റ ബൈ ബൈ, സീ യു.